My dear students, welcome back to Emerging Trends in Management, Session 40. നമ്മൾ മൂന്നാമത്തെ മോഡ്യൂൾ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിലാണ് നിൽക്കുന്നത്. നമ്മൾ ഇന്ന് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നോക്കുകയാണ്. നമ്മൾ ഈ ഒരു മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ചെറുതായിട്ട് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്താണെന്നും അതിൻ്റെ ക്വാളിറ്റി ഗുരൂസും ക്വാളിറ്റി മാനേജ്മെൻറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ കുറച്ചുകൂടി വിശദമായിട്ട് അതിൻ്റെ ഇംപ്ലിമെൻറ്റിങ് കാര്യങ്ങളാണ് നമ്മൾ അതിൻ്റെ ഇവല്യൂഷൻ ഇംപ്ലിമെൻറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് TQM എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതെന്തിനാണ് ഡിസൈൻ ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കസ്റ്റമറിൻ്റെ എക്സ്പെക്റ്റേഷൻ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ ആ കസ്റ്റമേഴ്സിനെ നമ്മൾ ഒരു പ്രോഡക്റ്റ് കൊണ്ടോ സർവീസ് കൊണ്ടോ നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുമ്പം എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യാനും, പിന്നെ അതുപോലെ തന്നെ എല്ലാ ഓർഗനൈസേഷനിലെ മാനേജേഴ്സും സ്റ്റാഫ്സും ഈ പറയുന്ന ക്വാളിറ്റി കമ്മിറ്റ്മെൻറ്റ് ബിൽഡ് ചെയ്യാനും, ഓക്കെ, അതുപോലെ ഓപ്പണും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് പ്രൊമോട്ട് ചെയ്യാനുമാണ് നമ്മളൊരു ഓർഗനൈസേഷനിൽ TQM കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു, ക്വാളിറ്റിക്ക് അങ്ങനെ ഒരു യൂണിവേഴ്സൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ നമ്മൾ ആസ് സച്ച് അങ്ങനെ വന്നിട്ടില്ല. ആർക്ക് വേണമെങ്കിലും അവരുടെ രീതിയിൽ ക്വാളിറ്റി എന്താണെന്നുള്ളത് അവർക്ക് ഡിഫൈൻ ചെയ്യാം. സോ അതുപോലെ തന്നെയാണ് ഇവിടെ ഓരോ ഓർഗനൈസേഷനും ഒരു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിനെ കുറിച്ച് അവരുടേതായിട്ടുള്ളൊരു ഓൺ വേർഷൻ അവർക്ക് ഉണ്ടാക്കിയെടുക്കാം. ആ വേർഷൻ അവരുടെ ഓർഗനൈസേഷൻ്റെ ഗോൾ ഡിഫൈൻ ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ അവരുടെ ജനറൽ ടേംസ് ഡിഫൈൻ ചെയ്യുന്നതായിട്ടോ അവരെന്താണ് അക്കംപ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായിട്ടോ വരണം. ഓക്കെ, ശരിക്കും ഒരു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കമ്പനിയുടെ ഒരു ബിൽഡിംഗ് ബ്ലോക്കായിട്ട് അതിൻ്റെ വിഷൻ, മിഷൻ, ക്വാളിറ്റി സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ബിൽഡിംഗ് ബ്ലോക്കായിട്ടാണ് ഫോം ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും അത് ഈ പറയുന്ന സക്സസ്സിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രിട്ടിക്കൽ ഫാക്ടേഴ്സ് ഡിഫൈൻ ചെയ്യുന്നതായിട്ടുള്ള രീതിയിലാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഏതൊരു ഓർഗനൈസേഷനും അവരുടെ വേർഷനിലായിട്ട് ഡിഫൈൻ ചെയ്യേണ്ടത്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഈ പറയുന്ന ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എപ്പോഴും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നമ്മളങ്ങനെ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിന് ഒരുപാട് ആക്ഷൻസ് വേണ്ടി വരുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിലൂടെ നമ്മളുടെ ഓർഗനൈസേഷനിൽ ഒരുപാട് ടീം വർക്ക് ഉണ്ടാവുന്നത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനിയിപ്പോൾ അത് ഓരോ രീതിയിലും ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് കാണാം ഈ ഒരു സെഷനിൽ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വന്നത്. ഓക്കെ, നമുക്കിപ്പോൾ ക്വാളിറ്റി കൺട്രോളിൻ്റെ കാര്യം അതിൻ്റെ ഓൾഡ് ഹിസ്റ്ററിയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 1924 ഈ ടോട്ടൽ ക്വാളിറ്റിയുടെ ഒരു ആരംഭം ഉണ്ടായതെന്ന് തന്നെ പറയാം. WA ഷിവാട്ട് ബെൽ ടെലിഫോൺ ലബോറട്ടറീസിൽ WA ഷിവാട്ടാണ് എന്ത് ചെയ്തത്, ക്വാളിറ്റി കൺട്രോളിന് ടോട്ടൽ ക്വാളിറ്റിക്ക് ഒരു തുടക്കം കുറിച്ചത്. അദ്ദേഹം എന്ത് ചെയ്തു, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ളൊരു ചാർട്ട് നമ്മുടെ പ്രോഡക്റ്റ് വേരിയബിൾസ് കൺട്രോൾ ചെയ്യാനായിട്ട് ഫോം ചെയ്തതാണ് നമ്മുടെ ടോട്ടൽ ക്വാളിറ്റിയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാർട്ടാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളിന് നമ്മൾ ബിഗിനിങ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഈ ചാർട്ടാണ്. പിന്നീട് കുറച്ച് ഡെക്കേഡ്സ് കഴിഞ്ഞപ്പം HF ഡോഗർട്സ് ആൻഡ് HG റോമിങ് ഇവർ ബെൽ ടെലിഫോൺ ലബോറട്ടറീസിലുള്ളവരാണ്. ഇവരെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ സാമ്പിൾ സർവേസ്, അതായത് 100% ഇൻസ്പെക്ഷന് പകരം സാമ്പിളിങ് അവർ ഈ ക്വാളിറ്റി റിലേറ്റഡ് ആയിട്ട് ഫോം ചെയ്തു. പിന്നീട് 1946 നമ്മുടെ അമേരിക്കൻ സൊസൈറ്റി ഫോർ ക്വാളിറ്റി കൺട്രോൾ ഫോം ചെയ്തു. അത് പിന്നീട് അമേരിക്കൻ സൊസൈറ്റി ഫോർ ക്വാളിറ്റി, ദാറ്റ് ഈസ് ASQ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇനി അഗെയിൻ 1950s നമ്മളുടെ W. എഡ്വാർഡ്സ് ഡെമിങ് അദ്ദേഹം എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ
അദ്ദേഹം മാനേജ്മെൻറ്റ് ഓർഗനൈസേഷനിലെ ഏതൊരു മാനേജ്മെൻറ്റിൻ്റെയും റെസ്പോൺസിബിലിറ്റിയാണ് ക്വാളിറ്റി അച്ചീവ് ചെയ്യുക എന്നുള്ള ഒരു ഊന്നൽ അദ്ദേഹം കൊണ്ടുവന്നു. പിന്നെ 1960s നമ്മുടെ ഫസ്റ്റ് ക്വാളിറ്റി കൺട്രോൾ സർക്കിൾസ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഫോം ചെയ്തു. പിന്നീട് 1980s ആയപ്പോഴേക്കും ഒരുവിധ എല്ലാ ഓട്ടോമേറ്റീവ് ഇൻഡസ്ട്രീസും സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് കൺട്രോളിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങി. അങ്ങനെ 1990s ആയപ്പോഴേക്കും ക്വാളിറ്റിക്ക് വേണ്ടി ISO വന്നു. അത് ഒരു മോഡലായിട്ട് ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റമായിട്ട് വേൾഡ് വൈഡ് അക്സെപ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിൻ്റെ ഇവല്യൂഷൻ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്വാളിറ്റി മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊരു പക്ഷേ എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. നമുക്ക് ഇൻഡിപെൻഡൻസിന് മുമ്പേ തന്നെ ക്വാളിറ്റി ഒരു ട്രഡീഷനായിട്ട് പല ഇൻഡസ്ട്രീസിലും ഫോളോ ചെയ്തിരുന്നു. അപ്പോഴും അതിനൊരു ഏകീകൃതമായിട്ടുള്ള രൂപം ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പം തുടക്കത്തിൽ നമുക്ക് വാൾട്ടർ ഷിവാട്ട്, നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളിൻ്റെ ഫാദർ എന്ന് പറയപ്പെടുന്ന വാൾട്ടർ ഷിവാട്ട് ഇന്ത്യയിലേക്ക് വിസിറ്റ് ചെയ്തു. ഒരു ചെറിയ 3 months പീരീഡിലേക്ക് ആയിട്ട് 1947-48 ആ പീരീഡിൽ വിസിറ്റ് ചെയ്തു. അദ്ദേഹമാണ് പിന്നീട് നമ്മുടെ ഇന്ത്യൻ കമ്പനീസിൽ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ മൂവ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്തത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ക്വാളിറ്റി മൂവ്മെൻറ്റിന് ഒരു ഏകീകൃത രൂപം പിന്നീട് നമ്മുടെ നാട്ടിലുണ്ടാവുന്നത് 1980s ഇന്ത്യൻ ഇൻഡസ്ട്രീസിൽ. ഓക്കെ, അപ്പം നമ്മളുടെ റിസോഴ്സുകൾ തമ്മിൽ ഏകോപിപ്പിച്ച് അതിൽ നമ്മളുടെ ഈ പറയുന്ന കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് CIIയുടെ എഫേർട്സും കൂടി കമ്പൈൻ ചെയ്യിച്ചിട്ടാണ് ഈ ഒരു ഏകീകൃതമായിട്ടുള്ള ക്വാളിറ്റി മൂവ്മെൻറ്റ് ഫോം ചെയ്യുന്നത്. പിന്നീട് നമ്മുടെ ഡോക്ടർ എഡ്വാർഡ് ഡെമിങ്, ഫാദർ ഓഫ് ക്വാളിറ്റി കൺട്രോൾ, അദ്ദേഹം ജാപ്പനീസിന് അപ്ലൈ ചെയ്യാനായിട്ട് PDCA സൈക്കിൾ, ഡെമിങ് സൈക്കിൾ ഫോം ചെയ്യുന്നു. നമ്മൾ ഡെമിങ് സൈക്കിളിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതും ഇന്ത്യയിൽ വന്നു. അത് 1950s വന്നു. ഏകീകൃതമായിട്ടുള്ള രൂപം വരുന്നതിന് മുമ്പായിട്ട് ഡെമിങ് സൈക്കിൾ 1950s ഇന്ത്യയിൽ വന്നു. അപ്പം 80s നമ്മൾ ഏകീകൃത രൂപം ഉണ്ടായപ്പോൾ നമ്മളുടെ US ഈ ടോട്ടൽ ക്വാളിറ്റി മൂവ്മെൻറ്റ് വളരെയധികം ശക്തമായി നീങ്ങുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഇന്ത്യയിൽ അതിന് തുടർച്ചയായിട്ട് 1982 ക്വാളിറ്റി സർക്കിൾസ് ഒക്കെ ഫോം ചെയ്തു തുടങ്ങി. പിന്നെ നമ്മുടെ പ്രൊഫസർ ഇഷക്കാവ ഡയഗ്രാം അല്ലേ, ആ ഒരു ഫിഷ് ബോൺ ഡയഗ്രാം നമ്മൾ കണ്ടിരുന്നു. ഫൗണ്ടർ ഓഫ് ക്വാളിറ്റി മൂവ്മെൻറ്റ് ഇൻ ജപ്പാൻ. അദ്ദേഹം എന്ത് ചെയ്തു, നമ്മളുടെ ഈ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് അവർ എന്ത് ചെയ്തു, നമ്മുടെ ഇഷക്കാവേനെ ഇന്ത്യയിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് 1986 നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രീസിനെ അഡ്രസ്സ് ചെയ്യാൻ പറഞ്ഞു ക്വാളിറ്റി ഇതിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മളുടെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി ജോസഫ് ജുറാനെ വെച്ചുകൊണ്ട് 1987 ക്വാളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള സെമിനാറുകൾ ഫോം ചെയ്തു. ഓക്കെ, നമ്മളുടെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇൻഡസ്ട്രീസ് CII ഈ ക്വാളിറ്റി മൂവ്മെൻറ്റിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് 1987 TQM ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഇന്ത്യൻ കമ്പനീസിൽ ക്വാളിറ്റി സർക്കിൾസ് ഫോം ചെയ്തു. പിന്നെ ഇത് കൂടാതെ നമ്മളുടെ ഈ CIIയുടെ TQM ഡിവിഷൻ അതിൽ അംഗങ്ങളായിട്ടുള്ള 21 കമ്പനീസിന് സപ്പോർട്ടോടു കൂടി നമ്മുടെ TQM ജേർണി ഓൾ ഓവർ ഇന്ത്യ ഫോം ചെയ്തു. ഈ 21 കമ്പനീസ്, TQM ഡിവിഷനിൽ അംഗമായിട്ടുള്ള 21 കമ്പനീസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ്സ് ഒരു നാഷണൽ കമ്മിറ്റി ഓൺ ക്വാളിറ്റി ഫോം ചെയ്തു. പിന്നീട് CII ആദ്യമായിട്ട് നമ്മുടെ ക്വാളിറ്റി റിലേറ്റഡ് ന്യൂസ് ലെറ്റേഴ്സ് ലോഞ്ച് ചെയ്തു. പിന്നെ 1987 ക്വാളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ISO
9000 സ്റ്റാൻഡേർഡ്സ് റിയാലിറ്റിയിൽ വന്നത്. അപ്പം അത് കഴിഞ്ഞ് CII തന്നെ ഈ ISO 9000 ക്വാളിറ്റി സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ്, ഈ ISO 9000 എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഉൾക്കൊള്ളുന്നതാണ്. പിന്നെ അതിൻ്റെ സർട്ടിഫിക്കേഷൻസ് ഒക്കെ ആയിട്ട് 1989 കുറേ കൂടി പ്രാബല്യത്തിൽ വന്നു. 1991 ഇന്ത്യൻ കമ്പനീസ് ISO 9000 സർട്ടിഫിക്കേഷൻ കിട്ടിത്തുടങ്ങി, അതിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാംസും അതിൻ്റെ ഓഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്. പിന്നെ TQM എല്ലാ മേഖലകളിലും സ്പ്രെഡ് ഔട്ടായി, സർവീസ് സെക്ടറിലും ടെക്നോളജിക്കൽ സെക്ടേഴ്സിലും എൻജിനീയറിംഗ് സെക്ടർ കൂടാതെ. ഓക്കെ. പിന്നെ 1992 CII നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിൻ പ്രധാനമന്ത്രിയുടെ സഹായത്തോടു കൂടി ഫോം ചെയ്തു. പിന്നെ ക്വാളിറ്റി സമ്മിറ്റ് തുടങ്ങി. അത് പിന്നീട് ആനുവൽ ആയിട്ടുള്ളൊരു എല്ലാ കൊല്ലവും ക്വാളിറ്റി സമ്മിറ്റ് എന്നുള്ള രീതിയിൽ അത് റുട്ടീനായിട്ട് മാറി. ഓക്കെ. ഓക്കെ. നമ്മുടെ ഇന്ത്യയിൽ ഇനി ക്വാളിറ്റി മൂവ്മെൻറ്റിൻ്റെ ഫ്യൂച്ചർ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് മെയിനായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ റിസർച്ചിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ. അത് ഈ പറയുന്ന ഇൻഡസ്ട്രീസിലും അക്കാഡമിക്സിലും ഒക്കെ ആയിട്ട് അതിൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് എക്സ്പീരിയൻസ് ഷെയറിങ്ങിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ISO സർട്ടിഫിക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ സേഫ്റ്റി ആൻഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷനും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് നമ്മളുടെ ഫ്യൂച്ചറിലുള്ള ക്വാളിറ്റി മൂവ്മെൻറ്റ്സ് ഇന്ത്യയിൽ ഫോം ചെയ്യുന്നത്. ഓക്കെ.